ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ബെനഡിക്റ്റ് പ്രയർ അനുഗ്രഹ പ്രാർത്ഥന 11-ാം ദിനം. ഇന്ന് ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 11-ാം വചനം. യാക്കോബിനോട് അരുളി ചെയ്യുന്നുണ്ട്, നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകുക. ഈശോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് വിവാഹ ജീവിതം ആരംഭിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രത്യേകമായും പ്രാർത്ഥിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള മക്കളുടെ കുറവുകളുണ്ടെങ്കിൽ മാതാപിതാക്കൾ ക്ഷമിക്കപ്പെടുവാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ക്ഷമ കൊടുക്കുവാൻ വേണ്ടിയിട്ടും ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി 35-ാം അധ്യായം 11-ാം വചനം. ദൈവം യാക്കോബിനോട് അരുളി ചെയ്തു, നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകുക. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ ഭാവിയിൽ കൃപയുടെ വംശമായി തീരട്ടെ. അവരുടെ ജീവിതത്തിൽ വിജയിക്കുകയും കഴിവുകൾ വർദ്ധിക്കട്ടെ. കലാപരമായും കായികപരമായും സാഹിത്യപരമായും അവരിൽ അടങ്ങിയിരിക്കുന്ന കഴിവുകൾ വർദ്ധിക്കുവാനും വിജയം കരസ്ഥമാക്കുവാനും മക്കൾ കൃപയുള്ളവരായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയുടെ പ്രതിഷ്ഠാ ജപം ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ. അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.